ചിരിച്ചോളിൻ കുരുപ്പോളെ എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് മനുഷ്യജീവനുമായി ബന്ധപ്പെട്ടതാണ്, ദളിതരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ഒരു സർക്കാർ അധികാരത്തിൽ കയറി 3 ദിവസം കഴിഞ്ഞില്ല. ഒഴിപ്പിക്കലിന്റെ മഹാമഹമാണ് സുഹൃത്തുക്കളെ നടക്കുന്നത്. കണ്ടുനോക്ക്. സർക്കാർ അധികാരം ഏറ്റെടുത്ത് 2-3 ദിവസം കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഈ തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് 14 തവണ വളരെ സംയമനത്തോടെ പോലീസ് കൈകാര്യം ചെയ്ത ഒരു വിഷയമാണിത്. ആ വിഷയമാണ് പുതിയ സർക്കാർ അധികാരത്തിലേറി കേവലം 48 മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു ചർച്ചയുടെ പോലും വാതിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആരും തുറക്കാതെ ഈ തരത്തിൽ ഒരു നടപടി. നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് വേണ്ടത് ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഗൗരവമായി ഇരുന്ന് 14 തവണ ആ സ്ഥലത്തെ ആളുകളെ ഒരു കാരണവശാലും മാറ്റി പാർപ്പിക്കരുത്, അവിടുത്തെ ദളിതരെ അവിടെ നിന്ന് കൂടി ഒഴിപ്പിക്കരുതെന്ന് 14 തവണ CPM എന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെന്റ് നിരന്തരം ഇടപെട്ട് തടഞ്ഞൊരു വിഷയമായിരുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ശേഷം ആളുകൾക്ക് വേണ്ടത് പൂക്കിയായിട്ടുള്ള മുഖ്യമന്ത്രിമാരെയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. എപ്പോഴും യുവാക്കളുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കാര്യമാത്ര പ്രസക്തമായിട്ട് വിഷയങ്ങൾ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയെ പോലും ഇപ്പോഴത്തെ ജനങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിപ്പോകുന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അത് ഭീകരമായ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ്. ഒരു കൂട്ടം ദളിതരായിട്ടുള്ള ആളുകളെ ഒരു പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുകയാണ്. നോക്കൂ, ഇപ്പൊ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കോൺഗ്രസ്സുകാർക്ക് ഈ വിഷയത്തിലേക്ക് ഇടപെടാം. വേണ്ടേ? ഈ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഇടപെടണ്ടേ? ഈ വിഷയങ്ങൾക്ക് ഇടപെടാം. എന്താണോ ദളിതർക്ക് വേണ്ടെന്ന് അന്വേഷിക്കാം. ആ സ്ഥലം ഒഴിപ്പിക്കണമെങ്കിൽ അവർക്ക് വേറെ സ്ഥലം കണ്ടെത്തി കൊടുക്കാം. ഇപ്പോഴൊക്കെ അത്രയ്ക്ക് ക്രിയാത്മകമായിട്ട് ഒരുപക്ഷെ ആളുകളുടെ കയ്യടി കിട്ടാൻ പാത്രമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിലേക്ക് വേണമെങ്കിൽ സഡൻ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇടപെടാം. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസവും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് ഒഴിപ്പിക്കാനുള്ള വിധി വന്നു പോയതും അതിന്റെ ഭാഗമായിട്ട് പോലീസ് പോയിട്ട് ഇടപെട്ടതും ഇവർ ശ്രദ്ധിച്ചില്ല. അവിടുത്തെ ദളിതര് അത് പ്രതികരിക്കില്ല. അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഒരുപക്ഷെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു നാടല്ല ഇത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കാര്യം കേൾക്കൂ. പോലീസ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപക്ഷെ പുതിയ സർക്കാരിന്റെ കീഴിൽ ഉള്ള ആദ്യത്തെ പോലീസ് നടപടിയാണ് ഈ സംഭവം. അതും ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ അവർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. പക്ഷേ സുപ്രീം കോടതി വിധി നടപ്പാക്കുകയാണ്. ശരിയാണ്, സുപ്രീം കോടതി വിധിയല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് ഇപ്പൊ ജനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഒരു ചേഞ്ച് ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയത് ഇതാണോ എന്നൊക്കെ ചോദിച്ചു പോവാണ് ഇപ്പോൾ ആളുകൾ. ഒരു കൂട്ടം ആളുകൾ ഒരുപക്ഷെ ഈ വി ഡി സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ശേഷം ആദ്യമായി നടക്കുന്ന ഒരു പുറത്താക്കൽ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കൽ. ഇടതുപക്ഷ ഗവൺമെന്റ് ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രവൃത്തിയല്ല, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുകയും ആ ഭൂമിക്ക് മേലെ കല്ലെടുത്ത് വെച്ച് അതിന്റെ മേലെ കല്ലെടുത്ത് വെച്ച് വീടുണ്ടാക്കിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് പാർക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സർക്കാർ അധികാരത്തിൽ കയറി ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഒരു പോലീസ് രാജാണ്. പോലീസിനെ കൈ അഴിച്ച് വിട്ടുപോലെ അവരതാ കയറിയിട്ട് മേഞ്ഞിരിക്കുകയാണ്. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കോടതി വിധിയാണ്, അത് അനുസരിക്കുക മാത്രമാണ് ഈ പാവം പോലീസുകാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് അവിടെ കൈയും കെട്ടി നോക്കിക്കാൻ സാധിക്കില്ല. എന്തായാലും അവരെ ചെയ്തിരിക്കുന്നു. നമ്മുടെ വി ഡി സതീശൻ ഗവൺമെന്റിന് ഇടപെടാനുള്ള ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. കോടതിയിലേക്ക് അത് സ്റ്റേ ആയിട്ട് പോവായിരുന്നു, നിർത്തിവെക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ആ പാവം ജനതയെ ആ ഒരു ഉന്നതിയിൽ നിന്ന് അവരെ ഒഴിവാക്കുകയാണ് സുഹൃത്തുക്കളെ. സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് എന്നിരിക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഓരോ നീക്കങ്ങളിലേക്കും കടക്കാതെയാണ് ഇവിടെ ഇപ്പോൾ ഈ 7 കുടുംബങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ ഈ തരത്തിലൊരു പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോ ആളുകളൊക്കെ ചോദിക്കുന്നത്, അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇടതുപക്ഷ ഗവൺമെന്റൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നുള്ള പലവിധ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള ഉത്തരം കൂടിയാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. അതൊന്ന് കാണുക. എന്തായാലും അത് കണ്ടേ ഒക്കൂ നിങ്ങൾ. മറ്റത് നിങ്ങൾ അങ്ങോട്ട് തെറ്റിദ്ധരിക്കും. അത് വേണ്ട. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക. ഇവിടെ ഇത്രയും മാധ്യമങ്ങളുണ്ടല്ലോ, അവിടെയും കോടതി വിധിയുണ്ട്. എന്ത് നടപ്പാക്കാത്തെ? പണമുള്ളവൻ എന്തുമാകാം എന്നതാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിച്ചപ്പോഴും CPIM ആണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ഈ പാവങ്ങളോടൊപ്പമാണ്. ഇനിയും ഞങ്ങൾ അതോടൊപ്പം തന്നെയാകും. നിങ്ങൾ എത്ര വെല്ലുവിളിച്ചാലും എന്തൊക്കെ സാധന സാമഗ്രികളുമായി ഇവിടെ വന്നാലും ഞങ്ങളെയെല്ലാം കൊന്നല്ലാതെ
ഈ മണ്ണിനകത്ത് കയറാമെന്ന് പ്രിയപ്പെട്ട കമ്മീഷനും കമ്മീഷന്റെ പ്രിയപ്പെട്ട മറ്റുള്ളവരും എന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോഴും ഈ ഒരു നിമിഷത്തിലും ആ പാവം ജനതയോടൊപ്പം CPM മാത്രമാണ് നിൽക്കുന്നുള്ളതാണ്. ഈ സമയത്ത് ഇടപെടേണ്ടതല്ലേ ഇവിടുത്തെ വലതുപക്ഷം ആളുകൾ? എന്താ ഇടപെടാത്തത്? എന്തായാലും ഏഷ്യാനെറ്റൊക്കെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറി 3 ദിവസം കഴിയും മുമ്പ് ദളിതരെ പുറത്താക്കിയിരിക്കുന്നു. തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു പോവുക, പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് ജീവൻ പറച്ചെടുക്കുന്നതിന് തുല്യമാണ്. അവരെങ്ങോട്ട് പോവും? എവിടെ പോയി താമസിക്കും? ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയതിന്റെ ഒരു ഫലമായിട്ട്, അതിന്റെ ഒരു കയ്പ് നീരുമായിട്ട് കടത്തിണ്ണകളിൽ കിടന്നുറങ്ങി ജീവിക്കണോ ഇനി അവർ? ഏറെക്കാലമായിട്ട് അവരപ്പനപ്പൂപ്പന്മാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവരിറങ്ങിപ്പോകണം. അതും ദളിതരായതുകൊണ്ടാണോ? ഒരാളും അവരെ നോക്കാനില്ല എന്നുള്ളതുകൊണ്ടാണോ? അവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണോ? അല്ലെങ്കിൽ തന്നെ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ സ്വന്തം ജാതി പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയത്, ഞാൻ ഇന്ന ജാതിയാണ്. ജാതീയമായിട്ടുള്ള വേർതിരിവുകളൊക്കെ കാണിക്കാമെന്ന ആളുകളോടുള്ള ഒരു സൂചനയാണ് ഇതെല്ലാം. സംശയിച്ചു പോവുകയാണ്. കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ജാതിയൊക്കെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ അധികാരത്തിൽ കയറുന്നത്. മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൂടെ വന്നിട്ടുള്ള റവന്യൂ അധികാരികൾ അതിനൊരു മറുപടി പറയാമോ? കോടതിയുടെ പോലീസ് എത്തിയിരിക്കുന്നത് കാണും, അവസ്ഥ നിങ്ങളൊന്ന് കാണും. ഞാൻ ഇതിനൊപ്പം ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു ഭീകരമായ ഒരു പോലീസ് രാജ്, ഒരു കൂട്ടം ജനതയെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആട്ടിപ്പറഞ്ഞിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ 10 വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 2 ടേമുകളിൽ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു സഖാവ് ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം കരച്ചിലുകൾ കേട്ടിരുന്നോ? പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഇതിനേക്കാൾ ഭീകരമായ കരച്ചിലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കണ്ണുനീരുകൾ തുടയ്ക്കാനുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ആരുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചിരുന്ന ആ ഒരു ഗവൺമെന്റ് ശ്രമിച്ചിരുന്നില്ല. ആരുടെ പോലും കണ്ണുനീര് നിലത്ത് വീഴാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കേൾക്കാം. ഓ, എന്തൊരു ഭീകരമാണ്. നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം നടക്കുകയും ചെയ്യുന്നത്. എന്താണ് പോലീസ് എന്തെങ്കിലും തീരുമാനം പറഞ്ഞത്? പോലീസ് തീരുമാനം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരോട് തടുത്ത് നിൽക്കാനപൂർവ്വം നിൽക്കല്ല, അവരോട് അപേക്ഷിക്കും. എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു സുരക്ഷിതം വേണ്ടേ? അത് തന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് ഇറങ്ങി കൊടുക്കാം. കാലങ്ങളായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ്. അതെ, കാലങ്ങളായിട്ടുള്ള പോരാട്ടമാണ്. വിളിച്ചുകൂട്ടി പറയണ്ടേ? അവരത് ഉണ്ടാക്കും. ഞങ്ങൾക്ക് വയസ്സായ ആളുകളുണ്ട്. ഒരു തരത്തിൽ ഇടപെടൽ പോവുകയൊക്കെ ചെയ്ത് ഒരു വശത്ത് ഇടപെടൽ നടത്തിയിരുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്നും ഇറക്കി വിടുക എന്നത് മാത്രം ആണ് ഈ വന്ന അഭിഭാഷക കമ്മീഷന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മുമ്പിലത്തെ ദൗത്യം. ഇവരെങ്ങോട്ട് പോകണം, എവിടെ താമസിക്കണം, കുട്ടികളും വൃദ്ധരും രോഗികളും അടക്കമുള്ള ആ ജനത എവിടെ താമസിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ആൾട്ടർനേറ്റീവ് പോലും ഇല്ലാതെ, കാരണം അത് സൂചിപ്പിക്കുന്നത് അവർ ഇറങ്ങുമെന്നല്ല ഉള്ളതല്ല, വേറൊരു താമസ സ്ഥലം ഉണ്ടെങ്കിൽ ഇറങ്ങുമെന്നുള്ളതല്ല. പക്ഷേ അങ്ങനെ പോലും ഒരു കരുതൽ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഭരണം മാറി 48 മണിക്കൂർ കഴിയുമ്പോൾ പോലീസിനും ഈ ഭരണ സംവിധാനങ്ങൾക്കും ഈ രീതിയിൽ മനുഷ്യത്വരഹിതമായി പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു? അതാണ് സമരക്കാർ ചോദിക്കുന്നത്. നേരത്തെയും ഈ കേസ് ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ പല നീക്കങ്ങളും ഉണ്ടായി. പക്ഷെ സമരവും പ്രതിഷേധവും കണ്ട് അതിനോടുള്ള അനുഭാവപൂർവമായ ഒരു സമീപനം. എന്തായാലും ഈ നിമിഷത്തില് ആ ജനതയെ അപഹസിക്കുന്ന രീതിയിൽ സഹിച്ചോളി, നിങ്ങളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് വേണം, അത്ര ചേഞ്ച് ഇപ്പൊ ചേഞ്ച് കിട്ടിയില്ലേ എന്നീ പറയുന്ന വർത്തമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഈ സമയത്ത് കാര്യമാത്ര പ്രസക്തമായിട്ട് ഇടപെടുകയെന്നാണ്. എത്രയോ കാലമായിട്ട് ആ സ്ഥലം അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു തരത്തിലും ആ ഒരു ദളിതരായിട്ടുള്ള ആളുകൾ ഒഴിഞ്ഞു പോകേണ്ടതില്ല എന്നതിന്റെ ഭാഗമായിട്ട് അവിടെ CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 14 തവണ അവർ ഒഴിപ്പിക്കാനുള്ള ശ്രമം വന്നിരുന്നു, കോടതി വിധി വന്നിരുന്നു. ആ 14 തവണയും അതിന് സ്റ്റേയമായിട്ട് പോവുകയും അത് തടുക്കുകയും ചെയ്തത് CPM എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴിതാ അധികാരത്തിൽ കയറി 2 ദിവസം കഴിഞ്ഞില്ല, കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. നമോവാകം.